ഇവരെ പ്ലേറ്റ് ഫുഡിക്ക് വരുമ്പോ ഞാൻ ഒന്ന് സ്ലോ ആവും. പക്ഷെ ഇവിടെ കണ്ടോ എല്ലാം തിന്നു. ഇതൊക്കെയാണ് ശരിക്കും ദം പൊറോട്ട എന്നുള്ള കാറ്റഗറിയിൽ വരാൻ. മച്ചാൻസെ പൊളേന്നല്ലേ. വെൽക്കം ബാക്ക് ടു ചാനൽ. ഇന്ന് ഞങ്ങൾ ആലയിലെ ടൗൺ സെന്ററിലെ ടേസ്റ്റി ക്യുസീൻ റെസ്റ്റോറൻറ്റിൽ പോവാണ്. അപ്പോൾ അവിടുത്തെ ഫുഡും സംഭവങ്ങളൊക്കെ ഞങ്ങൾ കഴിച്ചിട്ട് അതിനെ പറ്റിയിട്ട് ഞങ്ങൾ പറയാം. ഓക്കെ, അപ്പോൾ നമ്മളെ കൂടെ പോരും. So once again, hello everyone and welcome back to our channel. സത്യം പറഞ്ഞാൽ നമ്മൾ ടേസ്റ്റി ക്വിസിനിൽ മുന്നേ വന്നിട്ടുണ്ട്. പക്ഷേ ഇവിടുത്തെ കുറച്ച് സ്റ്റാർട്ടേഴ്സ്, റെഡ് ചിക്കൻ, പിന്നെ അതേപോലെ മാംഗോ പാഷൻ, അതായത് മൂവിങ് ജ്യൂസ് ഐറ്റംസ് അങ്ങനത്തെ ഒക്കെയാണ് ട്രൈ ചെയ്തിരുന്നത്. അപ്പോൾ ഇവിടുത്തെ മെയിൻ കോഴ്സായ കുറച്ച് വിഭവങ്ങളുണ്ട്. അതാണ് നമ്മൾ ഇന്ന് കാര്യമായിട്ട് ട്രൈ ചെയ്യാൻ പോകുന്നത്. കയറി ചെല്ലുമ്പോൾ തന്നെ നമുക്ക് താഴത്തുനിന്ന് വലിയ സീറ്റിംഗ് ഒന്നും കാണൂല. പക്ഷെ മേലെ കയറിയാൽ അത്യാവശ്യം ഫാമിലി സീറ്റിങ്ങുള്ള സ്പേസ് ഉണ്ട് കേട്ടോ. ഒരു ചെറിയ പാർട്ടിയൊക്കെ നടത്താൻ പറ്റിയ ഒരു സ്പേസ്. അതേപോലെ ഇവിടെ മീൽസൊക്കെ അവൈലബിൾ ഉണ്ട്. അത് നമ്മളെ ഇതിൻ്റെ മുന്നുള്ള വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഞങ്ങൾ ഡൈനിങ്ങിൽ ഇരുന്നു. അപ്പോൾ കുറച്ച് വെറൈറ്റി ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ഇവരെ മെനു നോക്കിയപ്പോൾ ഉണ്ടല്ലോ, ഒരു കംപ്ലീറ്റ് റെസ്റ്റോറൻ്റാണ്. അതായത് ബ്രേക്ക്ഫാസ്റ്റ് മെനു, പിന്നെ നമ്മൾ നാടൻ ചായ, സമാവർ ചായ, പിന്നെ നാടൻ വിഭവങ്ങൾ, ചൈനീസ്, പിന്നെ നമ്മൾ കഫ്റ്റീരിയ മെനു, അങ്ങനെ സ്റ്റാർട്ടേഴ്സ്, ഓൾ ഇൻ ഓൾ ഗ്രിൽ ഐറ്റംസ്, അങ്ങനെ ഒരു കംപ്ലീറ്റ് ഫാമിലി റെസ്റ്റോറൻ്റാണ് എനിക്ക് കണ്ടത്. താഴത്തുനിന്ന് ഇങ്ങനെ പാസ് ആകുമ്പോൾ നമ്മൾ കരുതും താഴത്ത് ഇങ്ങനെ 2 ടേബിൾ കാണുന്നുള്ളൂ. പക്ഷെ മേലെ നല്ല അത്യാവശ്യം സ്പേസിങ് ഉണ്ട്. സീറ്റിങ്ങിനും ഒരു ചെറിയൊരു പാർട്ടിയൊക്കെ നടത്താൻ പറ്റിയ ഒരു സ്ഥലമുണ്ട്. അപ്പോൾ ഫസ്റ്റ് സ്റ്റാർട്ടർ നമ്മൾ എത്തിയിട്ടുണ്ട്, മിക്സ് സീ ഫുഡ് ഗ്രിൽ. അപ്പോൾ ഇതിൽ നല്ല ചെമ്മീനുണ്ട്, പിന്നെ കൂന്തലുണ്ട്, ഞണ്ട്, ഓക്കെ, പിന്നെ നല്ല റോ വെജിറ്റബിൾസും. അപ്പോൾ ഇങ്ങനെയുണ്ട് കഴിച്ചോട്ടെ. കറക ഇത് ഫിഷ് ഫില്ലേ ഉണ്ട് കേട്ടോ അതിൽ. പിന്നെ ഒരു ഞണ്ട്. ഇത് മിക്സ് സീ ഫുഡ് ഗ്രിൽ ആയതുകൊണ്ട് മൂപ്പര് കഴിച്ചോട്ടെ. ഞണ്ടൊക്കെ കഴിക്കണമെങ്കിൽ നല്ല ഇവിടെ ആയുധങ്ങളൊക്കെ തന്നിട്ടുണ്ട് ഞണ്ട് കഴിക്കാൻ. ആയുധം നമുക്ക് വേണ്ട, നമ്മളെ പ്രധാന ആയുധം ഉണ്ട്. പ്രധാന ആയുധം ഒന്നും കാണിക്കും. ഒരു ഞണ്ട് കഴിക്കാൻ ആയുധമൊന്നും വേണ്ട അല്ലേ? കഴിക്കും കഴിക്കും. വേണ്ട, ഇറച്ചി ഗ്രില്ലാണ്, ഗ്രില്ല് ചെയ്ത ഞണ്ട്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഗ്രില്ല് ചെയ്ത ഞണ്ട് കഴിക്കുന്നത്. ഞാൻ കഴിച്ചിട്ടില്ല. ചെമ്മീൻ, ഫിഷ് ഫില്ലേ ഉണ്ട് കേട്ടോ. ഫിഷ് ഫില്ലേ ഉണ്ട്. അതിനകത്ത് കണ്ടിട്ടുണ്ടായില്ല, അടിയിൽ ഒളിഞ്ഞിരിക്കുന്നു. മിക്സ് സീ ഫുഡ് ഗ്രില്ല്, ഒരു വെറൈറ്റി മസാല കേട്ടോ അത്. അതായത് നമ്മൾ സാധാരണ ഒരു മസാലയുടെ പോലെയല്ല, ഒരു പെരി പെരി ആ ടച്ചുള്ള ഒരു മസാലയാണ്. ഒരു പുളിയും ഒരു മധുരമൊക്കെ ആയിട്ട് അങ്ങനത്തെ ഒരു മസാലയാണ്. ഒരു വേറെ ടൈപ്പാണ്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്യേണ്ട ഒരു ഐറ്റമാണ് സീ ഫുഡ് ഗ്രില്ല്. രസമുണ്ട്. എന്തായാലും ഫസ്റ്റ് ടൈം ട്രൈ ചെയ്യുന്ന ഒരു ഐറ്റമാണ്. അത് ഞാൻ ഞണ്ടൊക്കെ ആദ്യമായിട്ടാണ് ഗ്രിൽ ചെയ്ത് കഴിക്കുന്നത്. അപ്പോൾ അതിൻ്റെതായ ഒരു ഫീലുണ്ട്. ഒരാ സോസിലൊന്ന് ടേസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് എല്ലാത്തിലും ഇത് ഇഷ്ടമായത്? ചെമ്മീനാണോ, ഞണ്ടാണോ, മസിലാണോ? എനിക്ക് ചെമ്മീനും കൂന്തളും ഇഷ്ടമായിട്ടോ. ഇതിൻ്റെ ഒരു മസാല എടുത്ത് പറയേണ്ടത് എന്താ അറിയോ, അല്ല ഒരു എന്തോ പുളിയൊക്കെ ചേർത്തിട്ട് തോന്നുന്നു. അങ്ങനത്തെ ഒരു സാധാരണ ടൈപ്പ് ഗ്രില്ലല്ല, ട്രൈ ചെയ്യേണ്ട ടൈപ്പാണ്. ഒരു വെറൈറ്റി എന്താ പറയുക, ഒരു ടൈപ്പ് മസാലയാണ് ഇതിൽ ചേർത്തിട്ടുള്ളത്. പുളിയും മധുരമൊക്കെ ആയിട്ടില്ലേ, അതുകൊണ്ട് തന്നെ അത് കഴിക്കുമ്പോൾ വേറൊരു ഫീലുണ്ട്. ഫിഷ് സോസ് ഉണ്ടോ എന്നുള്ളൊരു ഡൗട്ടുണ്ട്, നമുക്ക് ചോദിക്കാം. എനിക്ക് ചെമ്മീനാണ് ഇഷ്ടമല്ല. ഇവരെ പ്ലേറ്റ് ഫുഡിക്ക് വരുമ്പോ ഞാൻ ഒന്ന് സ്ലോ ആവും. പക്ഷെ ഇവിടെ കണ്ടോ സ്പെഷ്യൽ ഐറ്റാണ് ബീഫ് ചട്ടി പൊറോട്ട.
ഷെഫ് പറഞ്ഞ പോലെ തേങ്ങാപ്പാലിൽ കുതിർത്ത പൊറോട്ട ആയതുകൊണ്ട് ഇങ്ങനെ പിടിക്കുമ്പോൾ തന്നെ ഇങ്ങനെ പോരുന്നത് ഭയങ്കര സോഫ്റ്റ്. ഓക്കെ, ഇനി ഒരു ചെറിയ ഉള്ളിയും ഈ ബീഫും പാടെ കൂട്ടിയിട്ട് ഒരു പിടുത്തം പിടിക്കട്ടെ. പൊറോട്ട ലവേഴ്സ്ക്ക് വേണ്ടി തേങ്ങാപ്പാലിൽ കുതിർത്ത പൊറോട്ട കേട്ടിട്ടുണ്ടോ? പൊറോട്ട നല്ല സോഫ്റ്റ് പഞ്ഞി പോലത്തെ പൊറോട്ട. ഇതൊക്കെയാണ് ശരിക്കും ദം പൊറോട്ട എന്നുള്ള കാറ്റഗറിയിൽ വരാല്ലേ. ഇതിലെ ബീഫും പൊറോട്ട വായിൽ ചമക്കേണ്ട ആവശ്യമില്ല. ആ തേങ്ങാപ്പാലിൽ കുതിർത്തിട്ട് ആ ഒരു ടേസ്റ്റ്. സൂപ്പർ സംഭവം. എന്തായാലും ഇവിടെ വന്ന ഈ ഒരു ഡിഷ് ട്രൈ ചെയ്ത് നോക്കണം. തേങ്ങാപ്പാലിൽ കുതിർത്ത പൊറോട്ട വിത്ത് കുട്ടനാടൻ സ്റ്റൈൽ ബീഫ് വരട്ടിയത് ഞങ്ങൾ കഴിക്കട്ടെ. അലൈനിലെ എല്ലാ ചൈനീസ് ലവേഴ്സിനും ചൈനീസ് ഫുഡ് ലവേഴ്സിനും ഉള്ള ഒരു സംഭവമാണ് ചൈനീസ് കോംബോ. അതിനൊരു കോയിനൊക്കെ നിർത്തി പൊരിച്ചിട്ടുണ്ട്. അതായത് ഞങ്ങൾ എങ്ങനെയാണ് കഴിച്ചു നോക്കട്ടെ. മസാലയിലൊക്കെ നോക്കിയിട്ട് നമ്മളിനി ചൈനീസ് കോംബോ കഴിക്കാൻ പോവാണ്. ചൈനീസ് കോംബോ എങ്ങനെയുണ്ട് നമ്മൾ കഴിച്ചിട്ട് റിവ്യൂ പറയാം കേട്ടോ. സാറിന്റെ ഏറ്റവും ഫേവറേറ്റ് കുസീനാണ് ചൈനീസ്. അപ്പൊ അവള് പറയട്ടെ കേട്ടോ, എല്ലാത്തിനും ഞാനിങ്ങനെ പറയണ്ടല്ലോ. ബീഫ് പൊറോട്ടയുടെ കേസ് വരുമ്പോ മൂപ്പര് പറയുന്നത്. അപ്പൊ ചൈനീസ് ഇനി നമ്മളയക്കണം. എങ്ങനെയുണ്ട് സാധനം? നമ്മുടെ പെർഫെക്റ്റ് ആ സ്ട്രീറ്റ് സ്റ്റൈല് ഞങ്ങൾ ബോംബെയിലൊക്കെ കിട്ടുന്ന അതേപോലെ പെർഫെക്റ്റ് ആ ചൈനീസിന്റെ ബ്ലെൻഡ്. എനിക്കും അങ്ങനെ ഫീൽ ചെയ്തു കേട്ടോ. നമ്മൾ ഈ ബാംഗ്ലൂരിലൊക്കെ കഴിക്കൂലേ ഈ റോഡ് സൈഡില്, നമുക്ക് ഇഷ്ടപ്പെടുന്ന ആ ഒരു അടിപൊളി സംഭവം. സ്ട്രീറ്റ് സ്റ്റൈൽ ചൈനീസ് ആണല്ലോ നമുക്ക് ഏറ്റവും അധികം ഇഷ്ടം. ഒരു ടോട്ടൽ ലോലിപോപ്പ് കോംബോയിൽ റൈസ് നൂഡിൽസ് പിന്നെ ഒരു ചിക്കൻ, അതിൻ്റെ കൂടെ ഒരു സോസ് തരുന്നുണ്ട്. അപ്പോൾ ആ സോസിൻ്റെ കൂടെ നമുക്ക് ചിക്കൻ ലോലിപോപ്പും ചിക്കനൊക്കെ കഴിച്ചോ. അടിപൊളി സോസും അടിപൊളിയായിട്ടുണ്ട്. ചൈനീസ് ലവേഴ്സിന് എന്തായാലും ഇപ്പോൾ അലൈനിലാണെങ്കിൽ നിങ്ങൾ UAE എവിടെയാണെങ്കിലും ചൈനീസ് ലവേഴ്സിന് പറ്റിയ ഒരു ഐറ്റമാണ് ഈ ചൈനീസ് കോംബോ. ഓക്കെ, ഇവള് പറഞ്ഞത് കറക്റ്റാ കേട്ടോ. വെറും ചൈനീസിന്റെ പ്രാന്താണ് എനിക്ക് പിന്നെ ചൈനീസ് വല്ല ഇഷ്ടമല്ല. തിന്നും ഞാനെല്ലാം എല്ലാം തിന്നും. ചൈനീസ് ഫുഡ് ഇഷ്ടപ്പെടുന്നവര് വരും ടേസ്റ്റി ക്യുസീൻ ടൗൺ സെന്റർ അലൈൻ. ഇവള് പറഞ്ഞാൽ അത് കറക്റ്റാ. അത്ര ചൈനീസ് ഫാനാണ്. ചൈനീസ് കോംബോ ഓർഡർ ചെയ്യാൻ മറക്കരുത്. അടുത്തതായി പേരി പേരി ചിക്കൻ. എനിക്കെപ്പോഴും ലെഗ് പീസാണ് ഇഷ്ടം. എന്നിട്ട് കുറച്ച് മുകളിലത്തെ മസാലയൊക്കെ കൂട്ടി ഒരു പിടുത്തം പിടിക്കണ്ടേ. എല്ലാരും വയല് വെള്ളം വന്നു. എങ്ങനെയുണ്ട്? സ്പൈസ് ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് എന്തായാലും ഇഷ്ടപ്പെടും. നല്ല സ്പൈസ് ഉണ്ടോ? സ്പൈസ് ഉണ്ട്. അതായത് പെരി പെരി ചിക്കൻ കാണുമ്പോൾ തന്നെ അറിയും നല്ല മസാലയും ഡിപ്പ് ചെയ്തിട്ട് നല്ല മസാല ഉള്ളിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി. അപ്പോൾ സ്പൈസ് ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും തീർച്ചയായിട്ടും ഇവിടെ വന്ന് ട്രൈ ചെയ്യണം പെരി പെരി ചിക്കൻ. എല്ലാം ട്രൈ ചെയ്തോ. ഇതാ സ്പൈസി എനിക്ക് ഇനിയിപ്പോ ആഫ്റ്റർ ടേസ്റ്റ് ആണോ അറിയില്ല. മസാല നല്ല അടിപൊളി നല്ല മസാല. അതായത് ഈയിടെയായിട്ട് നമ്മള് ഇൻസ്റ്റയിലൊക്കെ കാണാറുണ്ട്, ഗ്രില്ല് ചെയ്തിട്ട് അതിന്റെ മുകളിൽ ഒന്നും കൂടി മസാല ഇട്ടിട്ട് അടിക്കുന്ന ആ ഒരു രീതിയിലാണ് ചെയ്തിട്ടുള്ളത് പെരിപ്പരി. ഇതിന്റെ മുകളിൽ നല്ലൊരു കാന്താരി, അതിന്റെ ഒരു ഉണക്കമുളകിന്റെ ഒരു പെരിപ്പരി ചിക്കൻ്റെ റിവ്യൂ എന്ന് പറഞ്ഞാൽ മസ്റ്റ് ട്രൈ ഡിഷാണ്. എന്തായാലും ട്രൈ നോക്കാം അല്ലേ. മസാല അതിന്റെ അടിപൊളിയായിട്ടുണ്ട്.
നല്ല മസാല. നമുക്ക് ഇഷ്ടപ്പെടും. ഇപ്പോൾ എല്ലാവരും ടേസ്റ്റ് ബഡ്സ് വ്യത്യാസമാണല്ലോ. നമുക്ക് ഇഷ്ടപ്പെടുന്നത് ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടില്ല, നമുക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങൾ കഴിച്ച് ട്രൈ ചെയ്തിട്ട് നമ്മളോട് അഭിപ്രായം കമൻറ്റ് സെക്ഷനിൽ പറയാം. ഓക്കെ. പെരി പെരി എന്ന് പറയുമ്പോൾ നമ്മൾ ക്യാപ്സിക്കം ആണെങ്കിലും അപ്പോൾ അതൊക്കെ കറക്റ്റ് അരച്ചിട്ട് അങ്ങനെ ഒരു മസാല കൂട്ടിലാണ് ഉണ്ടാക്കിയതാണോ? അതിൻ്റെ ഒരു വ്യത്യാസം ശരിക്കും ഇത് തിന്നുമ്പോൾ മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ അമൂർ ഫില്ലേ ഗ്രില്ലാണ്. ഓക്കെ, ഫിഷ് ഗ്രിൽ. അടിപൊളി. അതായത് അവര് എല്ലാത്തിലും അവർക്കൊരു പുളി അങ്ങനത്തെ ആ ഒരു വെറൈറ്റി മസാല ഉണ്ട്. എല്ലാത്തിലും അതിന്റെ ആ ഏകദേശം ആ ടേസ്റ്റ് തന്നെയാണ്. ഇവിടെ വന്നാൽ നിങ്ങൾ ട്രൈ ചെയ്തോ. ഒരുവിധം ഞങ്ങൾ ടേസ്റ്റ് ചെയ്ത എല്ലാ ഫുഡും ഞങ്ങൾ റെക്കമെൻഡ് ചെയ്യുന്നു, വന്നിട്ട് ട്രൈ ചെയ്യണം. പക്ഷെ ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പൊതുവെ മക്കൾക്കൊക്കെ കഴിക്കാനും കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും. എന്തായാലും ഒരു മീന് പെട്ടെന്ന് കഴിച്ചോളൂ. അടിപൊളി സോഫ്റ്റ് ആൻഡ് കറക്റ്റ് ഗ്രില്ലാണ്. ഓവർ ഗ്രില്ല് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ആ സോസും കാര്യങ്ങളൊക്കെ ആയിട്ട് കറക്റ്റ്. ഇപ്പൊ ഷെഫിന് നല്ല ഇതുണ്ട് തോന്നുന്നില്ല, സീ ഫുഡിൽ നല്ലോണം കളിക്കുന്ന ആള്. അടിപൊളി. അങ്ങനെ ഷെഫിനെ ഞങ്ങൾക്ക് പരിചയപ്പെടണമെന്ന് പറഞ്ഞ് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് കിച്ചണിൽ കയറാൻ പെർമിഷൻ എടുത്തപ്പോൾ കണ്ട സീനാണ്. മാഷാ അല്ലാഹ്, അത്യാവശ്യം നല്ല ബിസി ആയിട്ടുള്ളൊരു കിച്ചണാണ്. ഫൈനലി ഞങ്ങൾ പോണ ടൈമിൽ ഇത് അവര് ഒരു മൂവിങ് ഐറ്റാന്ന് പറഞ്ഞത് ക്രിസ്പി ചിക്കൻ. ഓക്കെ, ഇത് കഴിച്ചോട്ടെ. പറഞ്ഞ പോലെ തന്നെ ക്രിസ്പി ചിക്കൻ നല്ല ചൈനീസ് സോസ് ഒഴിച്ചിട്ട് അടിപൊളി, നല്ല ക്രിസ്പി ആട്ടോ. ആ ചൂടോടെ കഴിക്കണം. ഇത് പാർസലൊന്നും എടുക്കരുത്, ഇവിടെ തന്നെ വരണം. പാർസൽ എടുത്ത സൗകര്യം ഇവിടെ തന്നെ വന്ന് കഴിക്കണം നിങ്ങൾ. നല്ല ക്രിസ്പി ഉണ്ട്, സോസസ് അടിപൊളിയാണ്. അതേപോലെ ക്യാമറയിലും കേൾക്കൊണ്ടോ അറിയില്ല ആ കറമുറും. ഇവിടെ അത്യാവശ്യം നല്ല തിരക്കുണ്ട് മാഷാ അല്ലാഹ്. അപ്പോൾ അവരിതിൽ സൗണ്ടിന് വേണ്ടി നിങ്ങൾക്ക് നല്ല ബുദ്ധിമുട്ടുണ്ടാവും നിങ്ങളെ കേൾക്കാൻ. കാരണം ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് നല്ലോണം ഉണ്ടാവും. നമുക്കിഷ്ടമായി. അപ്പോൾ ഒന്നും കൂടി ഇവിടുത്തെ മസ്റ്റ് ഐറ്റമാണിത്, ക്രിസ്പി ചിക്കൻ. ട്രൈ ചെയ്ത് നോക്കാം. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെട്ടത്. നമുക്ക് പൊതുവേ ക്രിസ്പി ചിക്കൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഇത് വെറൈറ്റിയാണ്. ക്രിസ്പി തന്നെയാണ്, അല്ലെങ്കിൽ സോഗിയായി തരും. ഇവിടുത്തെ മോസ്റ്റ് മൂവിങ് ഐറ്റമാണ് മാംഗോ പാഷൻ, അതേപോലെ ഗ്ലോറി ഫലൂദ. ഓക്കെ, അതുവരെ ഇവിടുത്തെ സ്പെഷ്യൽ ഐറ്റം എന്ന് പറഞ്ഞത് നമ്മളൊന്ന് കഴിച്ചു നോക്കട്ടെ. ശരിക്കും അവർ ഗ്ലോറി എന്നാണ് മെനുവിൽ കാണിച്ചിട്ടുള്ളത്. ഫലൂദയാണ്, പക്ഷെ ഇതിന് ഡിഫറെന്റ്. നമുക്ക് രണ്ടും ട്രൈ ചെയ്തു. മാംഗോ പാഷൻ ഞാൻ ഇവിടെ മുന്നേ കുടിച്ചിട്ടില്ല, നമ്മളന്ന് കഴിച്ചിട്ടല്ലേ. എനിക്കിഷ്ടമാണ്. നല്ല ഒരു റിഫ്രഷിംഗ് ഡ്രിങ്ക് ആണ്. അടിപൊളി കേട്ടോ. അങ്ങനെ ലോക്കൽ ഐസ്ക്രീംസ് ഒന്നും അല്ല യൂസ് ചെയ്യണത്. അടിപൊളി കേട്ടോ. ഇത് ആദം ഫലൂദ അടിപൊളി. അത് മീൻസ് നല്ല സാധനങ്ങൾ ഇതില് വേർത്താണ്. എന്താ പറയാ, പ്രൈസിന് വേർത്താണ്. കുറേ അങ്ങനത്തെ ഫ്രൂട്ട്സ് ആൻഡ് നട്ട്സ്. പഴമൊന്നും നിറച്ചിട്ടില്ല, അങ്ങനത്തെ അല്ല. നല്ല അടിപൊളി ഫ്രൂട്ട്സ് ആണ്. സാധാരണ കുറെ പഴം നിറച്ചിട്ട് സേമിയോട്ട് തരുന്നത് അങ്ങനത്തെ അതല്ല. നല്ലൊരു അടിപൊളി ഇവിടെ ജ്യൂസ് മേക്കർ ഉണ്ട് എന്ന് മനസ്സിലായി. ഫലൂദ പൊതുവെ വലിയ ഇഷ്ടമില്ലാത്ത ഒരാളാണ് ഈ റിവ്യൂ പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാക്കാം എന്താണ് പറയുന്നത്.
അപ്പോൾ എനിക്ക് പറയാനുള്ള സംഭവം എന്താ അറിയോ, ഇതൊരു കംപ്ലീറ്റ് ഫാമിലി റെസ്റ്റോറൻ്റാണ്. ഇവിടെ ഫുൾ അധികം ഫാമിലി കസ്റ്റമേഴ്സാണ് ഇവിടെ ഇരിക്കുന്നത്. ഞങ്ങളിവിടെ മൂലക്കായിട്ട് ഇരിക്കുന്നത്. ഫാമിലീസിനും ബാച്ചിലേഴ്സിനൊക്കെ പറ്റിയ എല്ലാ ടൈപ്പ് കുസീനും ഇവിടെ ഉണ്ട്. റോസ്റ്റഡ് ചിക്കൻ, ഗ്രിൽ ചിക്കൻ, ചൈനീസ്, അങ്ങനെ കഫ്തീരിയ മീനോ, ബർഗർ, വെറൈറ്റി ഷേക്സ്, ജ്യൂസ്, അങ്ങനെ മിക്സ് ഗ്രില്ല് എല്ലാം ഉണ്ട്. നാടൻ ഫുഡ്, ഇപ്പോൾ നാടൻ ആ പൊറോട്ടയും മറ്റേ നമ്മളെ ബീഫ് കറി ഉണ്ടല്ലോ, ആ തേങ്ങാപ്പാലിലൊക്കെ മുക്കിയ ആ ഒരു അടിപൊളി ടേസ്റ്റാണ്. മസ്റ്റ് ട്രൈ ആണ്. അതിനിവിടെ വന്ന് ചോദിച്ച് വാങ്ങണം. അതുപോലെ അവിടെ ഫിഷ് ഗ്രില്ല് ഐറ്റംസൊക്കെ വേറെ ലെവലാണ്. അതായത് അവർ ഞാൻ വേറെ സ്ഥലത്തുനിന്ന് കഴിച്ചത് വേറൊരു മസാലയാണ്, പക്ഷേ പുളിയും ഇതൊക്കെ ഉള്ളൊരു ടൈപ്പ് മസാലയാണ്. അതുകൊണ്ട് തന്നെ ഒരു വെറൈറ്റി ടേസ്റ്റ്. അപ്പോൾ ഞാൻ റെക്കമെൻഡ് ചെയ്യാണ് ടേസ്റ്റി ക്യൂസീൻ. ടൗൺ സെൻറ്ററിലെ അലൈനിലെ ടേസ്റ്റി ക്യൂസീൻ റെസ്റ്റോറൻറ്റിൽ നിങ്ങൾ വരിക. അതായത് കുട്ടികൾക്ക് വേണ്ടി ചിലപ്പോൾ നിങ്ങൾക്ക് ബ്രോസ്റ്റ് ഓർഡർ ചെയ്യേണ്ടി വരും. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു വേറെ അവിടെ ആ ഹോട്ടലിൽ പോയാൽ അങ്ങനെ ഒരു ചിന്തിക്കേണ്ട ഒരു ആവശ്യമില്ല. എല്ലാ ടൈപ്പ് കുസീനും ഉണ്ടായതുകൊണ്ട് ഫാമിലീസിന് വന്നാൽ അടിച്ചു പൊളിക്കും. ഇപ്പോൾ നമ്മൾ ആദമിന് വന്നപ്പോൾ നമ്മൾ ബ്രോസ്റ്റും കാര്യങ്ങളും അവൻ്റെ ലോലിപോപ്പ് സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്തു. ഞങ്ങൾക്ക് അങ്ങനത്തെ സാധനങ്ങളും. അപ്പോൾ തീർച്ചയായിട്ടും വരിക, നമ്മോട് കമൻസിലും ഇതിലൊക്കെ നമ്മുടെ കാര്യങ്ങൾ അറിയിക്കാം. ഓക്കെ, അങ്ങനെ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളെല്ലാവരോടും ഈ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത്. അതേപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. So we'll see you all in the next one. Till then, thank you. Bye-bye.